ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് BA BSc കോമൺ കോഴ്സ് മലയാളം ഫസ്റ്റ് സെമ്മിൻ്റെ ഒരു ചോദ്യപേപ്പറാണ്. അതായത് ഫസ്റ്റ് സെം BA BSc കോമൺ കോഴ്സ് മലയാളത്തിൻ്റെ ഒരു ചോദ്യപേപ്പർ, മാതൃകാ ചോദ്യപേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സിലബസ് 2019-20 അധ്യയന വർഷം മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണും മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെ നേരത്തെ 4 സെക്ഷനുകളായിട്ടാണ് ഇതിൻ്റെ മുമ്പത്തെ സിലബസിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നതെങ്കിൽ ഈ സിലബസിൽ 2019-20 മാറി വന്ന ഡിഗ്രി സിലബസിൽ 3 സെക്ഷനുകളായിട്ടാണ് ചോദ്യപേപ്പറിനെ ഭാഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന ചോദ്യപേപ്പറിലെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള ആ ഒരു ചോദ്യം, ആ ഒരു സെക്ഷൻ മാറ്റിയിട്ടുണ്ട്. ബാക്കി അതേപോലുള്ള ചോദ്യങ്ങൾ തന്നെ. പക്ഷേ ഉത്തരം എഴുതുന്നതിന് ചില മാറ്റങ്ങൾ പുതിയ ചോദ്യ പേപ്പറിൽ, പുതിയ സിലബസിൽ ഉണ്ട്. അതായത് മുമ്പ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ട് 10 ചോദ്യങ്ങൾ തന്ന് 1/2 മാർക്ക് വീതം ഉള്ള ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ 1-2 വാക്യത്തിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ട് 5 ചോദ്യങ്ങളും, പിന്നെ ഒരു ഖണ്ഡികയിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ട് 5 ചോദ്യങ്ങളും, പിന്നെ എസ്സേ ചോദ്യങ്ങളും, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒറ്റവാക്കിലുള്ള ആ ഭാഗത്തിനെ മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി. എന്നിട്ട് ചെയ്തിരിക്കുന്ന കാര്യം 2 മാർക്ക് വീതമുള്ള 15 ചോദ്യങ്ങളാണ് ആദ്യം തരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ ഇത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. സാധാരണ പഴയ സിലബസിലുണ്ടായിരുന്നത് 7 ചോദ്യങ്ങൾ തന്നിട്ട് ഓരോ ഖണ്ഡികയിൽ ഉത്തരം എഴുതുക എന്നുള്ളതിന് 7 ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ 5 എണ്ണം എഴുതണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒറ്റ വാക്കിൽ അവിടെ 5 എണ്ണം തന്നിട്ട് 5 എണ്ണവും എഴുതണം. അതിന് പിന്നെ 1-ന് 2 മാർക്ക് വീതം, അങ്ങനെ 10 മാർക്ക്, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പഴയ ചോദ്യപേപ്പർ. നേരെ മറിച്ച് പുതിയ ചോദ്യപേപ്പർ വന്നപ്പോഴും അതിന് ഒരു മാറ്റം വന്നു. അതായത് 15 ചോദ്യങ്ങളുണ്ട്. ഈ പിന്നെ 1-2 വാക്യത്തിൽ ഉത്തരം എഴുതാനായിട്ട് 15 ചോദ്യങ്ങളാണ് ആദ്യം തരുന്നത്. ഈ 15 ചോദ്യങ്ങളിലെ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം എഴുതാം. പക്ഷേ മാക്സിമം മാർക്ക് കിട്ടുന്നത് 25 മാത്രം. അങ്ങനെ അപ്പോൾ 15 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയാൽ ശരിക്കും നമുക്ക് കിട്ടേണ്ടത് 30 മാർക്കാണ്. പക്ഷെ 30 മാർക്ക് കിട്ടുന്നില്ല, 25 മാർക്ക് മാത്രമാണ് കിട്ടുന്നത്. അപ്പം നന്നായിട്ട് എഴുതുന്ന ഒരാൾ ഈ 15 എണ്ണം എന്നുള്ളത് 25 മാർക്കിനെ കണക്കാക്കി എഴുതുകയാണ്. അപ്പോൾ ഒരു 12 എണ്ണം ഒക്കെ എഴുതിയാലും അയാൾക്ക് എന്ത് കിട്ടും? 25 മാർക്ക് കിട്ടും. കാരണം മുഴുവനായിട്ടും ശരിയാണെങ്കിൽ മാത്രം 25 മാർക്ക് കിട്ടും. നേരെ മറിച്ച് എല്ലാം അറ്റൻഡ് ചെയ്ത ഒരാൾ, ഇപ്പോൾ 30 എണ്ണവും എഴുതി ഒരു ആവറേജ് എഴുത്തുകാരനാണെങ്കിലും അയാൾക്ക് എന്ത് മാർക്ക് കിട്ടും? 25 മാർക്ക് കിട്ടും. പക്ഷെ 15 എണ്ണം അറ്റൻഡ് ചെയ്യണം എന്ന് മാത്രം. അപ്പം അങ്ങനെ ഒരു ചില വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം, ചില വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നന്നായി പഠിക്കുന്ന ഒരാൾ വെറുതെ 5 മാർക്കിനുള്ളതും കൂടി എഴുതി വെക്കുകയാണ്. 5 മാർക്ക് അവർക്ക് കിട്ടൂല, 25 മാർക്ക് മാത്രമാണല്ലോ കിട്ടുള്ളൂ. നേരെ മറിച്ച് ഒരു ആവറേജുകാരനെ സംബന്ധിച്ചിടത്തോളം 25 മാർക്കും കൃത്യമായിട്ട് കിട്ടാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. 1 മുതൽ ആദ്യത്തെ പാറ്റേൺ എന്ന് പറയുന്നത് 1 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ്. 1-2 വാക്യത്തിലാണ് ഉത്തരം എഴുതേണ്ടത്. ഈ 15 ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതിയാൽ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 25 ആണ്. ഇനി അതിൽ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പം അതിൽ 5 മാർക്ക് വീതമുള്ള 8 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. പരമാവധി മാർക്ക് എന്ന് പറയുന്നത് 35. അപ്പോൾ ആകെ കിട്ടുന്ന മാർക്ക് 35 ആണ്. 8 ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യത്തിന് 5 മാർക്കാണ് ഉള്ളത്. അപ്പോൾ 8 ചോദ്യവും നമ്മൾ എഴുതുകയാണെങ്കിൽ 40 മാർക്ക് ശരിക്ക് വേണം. പക്ഷെ കിട്ടുന്നത് എത്ര മാർക്ക് മാത്രമേ ഉള്ളൂ? 35 മാർക്കാണ് കിട്ടുള്ളൂ. മുഴുവൻ ചോദ്യങ്ങളും നമുക്ക് എഴുതാം.
അപ്പം അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മുഴുവൻ ചോദ്യവും എഴുതിയാൽ മാത്രമേ ഈ 35 കിട്ടുള്ളൂ എന്നില്ല. ബാക്കി 35 കിട്ടണമെങ്കിൽ ഒന്നിന് 5 മാർക്കാവുമ്പോൾ പിന്നെ 7 ചോദ്യങ്ങൾ എഴുതിയാലും 35 മാർക്ക് ശരിക്കും കിട്ടും. പക്ഷെ അത് അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ, നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, 35 കിട്ടും. അപ്പോൾ 8 ചോദ്യങ്ങൾ എഴുതുന്ന ആൾക്ക് തന്നെയാണ് ശരിക്കും 35 കിട്ടുള്ളൂ. പക്ഷെ അവിടെ 35 മാർക്ക് എന്ന് പറയുന്നത് ശരിക്കും 7 ചോദ്യത്തിൻ്റെ മാർക്ക് മാത്രമാണ് ആവുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ അങ്ങനെയാണ്. 5 മാർക്ക് വീതമുള്ള 8 ചോദ്യങ്ങൾ, എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതാം. മുമ്പ് അങ്ങനെ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതാൻ പറ്റില്ല എന്നായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതാം. അപ്പം അങ്ങനെയാണ് രണ്ടാമത്തെ. ഒരു ഖണ്ഡികയിൽ ഉത്തരം, ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നാണ്. ഒരു ഖണ്ഡിക എന്നല്ല, ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. സോറി, ഞാൻ ആദ്യം പറഞ്ഞ ഖണ്ഡിക എന്നാണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറഞ്ഞത്. അത് പിന്നെ ഖണ്ഡികയായിരുന്നില്ല, അവിടെ 1.5 പുറത്തിൽ കവിയാതെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോറി, ഞാൻ മറന്ന് പറഞ്ഞതാണ്. അപ്പോൾ 1.5 പുറത്തിൽ കവിയാതെ എന്നാണ് മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പം അത് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഇതാണ് 5 മാർക്ക് വീതമുള്ള 8 ചോദ്യങ്ങൾ. അങ്ങനെ ഇനി അതിൽ സെക്ഷൻ സി ആണ്. സെക്ഷൻ സി എന്ന് പറയുന്നത് പഴയ ചോദ്യപേപ്പറിൻ്റെ അതേ രീതി തന്നെയാണ്. അപ്പം അതിൽ 4 ചോദ്യങ്ങൾ തന്നിട്ട് ഏതെങ്കിലും 2 ചോദ്യത്തെക്കുറിച്ച് 3 പുറത്തിൽ കവിയാതെ ഉപന്യസിക്കുക, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് മുമ്പ് 300 വാക്ക് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 300 വാക്ക് എന്ന് പറയുമ്പോൾ 3 പുറം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും 2 ചോദ്യത്തെക്കുറിച്ച് 3 പുറത്തിൽ കവിയാതെ ഉപന്യസിക്കാനാണ് തന്നിട്ടുള്ളത്. അതിന് 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് 10 മാർക്കാണ് ഉള്ളത്. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അതിന് 10 മാർക്കാണുള്ളത്. അപ്പോൾ രണ്ടിനും കൂടി ആകുമ്പോൾ 20 മാർക്ക്. അപ്പോൾ ഉപന്യാസ ചോദ്യങ്ങൾക്ക് 20 മാർക്ക്, പാരഗ്രാഫ് ചോദ്യങ്ങൾക്ക് 35 മാർക്ക്, 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് 25 മാർക്ക്. അങ്ങനെയാണ് മാർക്കിൻ്റെ വിഭജനം. അപ്പോൾ 80 മാർക്കാണ് ആകെ ഉള്ളത്. 20 മാർക്ക് ഇൻറ്റേർണൽ മാർക്കും ഉണ്ട്. അങ്ങനെ 100 മാർക്ക്. അതാണ് കോമൺ കോഴ്സ് മലയാളത്തിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് സം BA BSc കോമൺ കോഴ്സ് മലയാളത്തിന് ആകെ ഉള്ളത് 100 മാർക്കാണ്. അതിൽ 20 മാർക്ക് ഇൻറ്റേർണൽ മാർക്കും 80 മാർക്ക് എക്സ്റ്റേണൽ മാർക്കും. ആ 80 മാർക്കിൽ ആദ്യത്തെ 1 or 2 വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ളതിന് 25 മാർക്ക്. എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം. 25 മാർക്കാണ്. 15 ചോദ്യത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. രണ്ടാമത്തെ സെക്ഷൻ ബിയിലെ 8 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് 5 മാർക്കാണുള്ളത്. എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാം. ആകെ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 35 മാർക്കാണ്. അതേപോലെ സെക്ഷൻ സി പഴയ പോലെ തന്നെയാണ്. 4 ചോദ്യങ്ങൾ തന്ന് 2 ചോദ്യത്തിന് ഉത്തരം എഴുതണം. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് 10 മാർക്ക് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ മാർക്കാണ്. അപ്പോൾ അങ്ങനെ ആകെ 20 മാർക്ക്. അപ്പോൾ സെക്ഷൻ എയും ബിയും ആണ് പഴയതിൽ നിന്നും കാര്യമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുള്ളത്. സെക്ഷൻ എയിൽ 15 ചോദ്യങ്ങൾ തന്നിട്ട് അതിന് 25 മാർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 15 ചോദ്യത്തിനും നമുക്ക് ഉത്തരം എഴുതാം. അതേപോലെ സെക്ഷൻ ബിക്ക് 8 ചോദ്യങ്ങൾക്ക് 35 മാർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 8 ചോദ്യങ്ങൾ നമുക്ക് എഴുതാം. ഒരു ചോദ്യത്തിന് 5 മാർക്ക് വീതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ആ ചോദ്യപേപ്പറിനെ കുറിച്ച് നമുക്ക് പൊതുവായിട്ട് പറഞ്ഞു തരാനുള്ളത്. ഇനി ഒരു ചോദ്യപേപ്പർ വെറുതെ ഒന്ന് പറയാം. അപ്പോൾ 2 മണിക്കൂറും 30 മിനിറ്റുമാണ് ഈ ഒരു ചോദ്യപേപ്പർ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. മുമ്പാണെങ്കിൽ 3 മണിക്കൂറുണ്ടായിരുന്നു. അതിനും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. 2 മണിക്കൂറും 30 മിനിറ്റ്, അതായത് 2.5 മണിക്കൂറാണ് ഈ ചോദ്യപേപ്പറിനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ചോദ്യം, അതായത് 2 മാർക്ക് വീതമുള്ള 15 ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യം, ആരിന്നു വന്നിതൻ ആലയം തന്നിലെ ധീരനായി കേവലം ചാവതിനായി. സന്ദർഭം സൂചിപ്പിച്ച് ആശയം വ്യക്തമാക്കുക എന്നാണ്. സന്ദർഭം ഏതാണ്? കാളിയമർദ്ദനത്തിലെ ശ്രീകൃഷ്ണൻ കാളിയനെ കൊല്ലാനായിട്ട് കാളിന്തി നദിയിലേക്ക് എടുത്തു ചാടുന്ന സന്ദർഭത്തിൽ കാളിയൻ ചോദിക്കുന്നതാണ് ഇത്. രണ്ടാമത്തെ ചോദ്യം, ലക്ഷ്മണന് സുമിത്ര നൽകുന്ന ഉപദേശം എന്താണ് എന്നാണ്. ലക്ഷ്മണ സ്വാന്തനം എന്നുള്ള ഭാഗത്താണ് അത് വരുന്നത്. ആ ഒരു
കാവ്യത്തിലാണ് വരുന്നത്. അതായത് സുമിത്ര രാമനെ ദശരഥനായും സീതയെ സുമിത്രയായും കാടിനെ അയോധ്യയായും കാണണം എന്നുള്ള ഉപദേശം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഏതു സന്ദർഭത്തിലാണ് ദശരഥൻ കൈകേയിക്ക് 2 വരം നൽകിയത്? ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട തന്നെയാണ് ആ ചോദ്യം. ഏതു സന്ദർഭത്തിലാണ്? യുദ്ധത്തിന് പോയിട്ട് രഥത്തിൻ്റെ ചക്രം ഊരി പോകാനായിട്ട് തുടങ്ങിയപ്പോൾ കൈകേയി തൻ്റെ വിരലുകളെ ഇട്ടിട്ട് ദശരഥ മഹാരാജാവിനെ യുദ്ധം ചെയ്യാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്തു. അതിൽ യുദ്ധത്തിൽ വിജയിച്ചപ്പോഴാണല്ലോ ദശരഥൻ ഇങ്ങനെ കൈകേയിക്ക് 2 വരം നൽകാമെന്ന് പറഞ്ഞത്. ഇനി 4ാമത്തെ ചോദ്യം, കുറ്റം കൂടാതുള്ള നരന്മാർ കുറയും ഭൂമിയിൽ എന്നുള്ളതാതാം. ആരോട് ഏത് സന്ദർഭത്തിൽ ആണ് ഇത് പറഞ്ഞത്? രുക്മിണി സ്വയംവരം എന്നുള്ള തുള്ളലിലാണ് വരുന്നത്. രുക്മിണിയുടെ സഹോദരനായിട്ടുള്ള രുക്മി അവരുടെ അച്ഛനായിട്ടുള്ള ഭീഷ്മകനോട് പറയുന്നതാണ്. രുക്മിണിയെ ആർക്ക് കൊടുക്കണം എന്ന് അച്ഛനിങ്ങനെ കുറേ നിബന്ധനകൾ, ഓരോരുത്തർക്കും വേണ്ട ഗുണഗണങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് അച്ഛൻ്റെ പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് രുക്മി ഇത് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, എണ്ണി എണ്ണി കുറയുന്നിതായുസും മണ്ടി മണ്ടി കരേറുന്നു മോഹവും. ആശയം സൂചിപ്പിക്കുക. ജ്ഞാനപ്പാനയിലെ ഭാഗമാണ്. മനുഷ്യന് ആയുസ് കുറയുമ്പോഴും ആഗ്രഹത്തിനൊരു കുറവുമില്ല, ആഗ്രഹം അതിനനുസരിച്ച് നീണ്ടു പോവുകയാണ്. ഇനി അടുത്ത 6ാമത്തെ ചോദ്യം, പാണനെ തുണകൂട്ടി പൊക്കോ പെണ്ണെ എന്ന ഭർത്തൃമാതാവിൻ്റെ മറുപടിയോട് ഉണ്ണിയാർച്ച പ്രതികരിച്ചത് എങ്ങനെയും? ഉണ്ണിയാർച്ച എന്താ പറഞ്ഞത്? നിങ്ങളുടെ സംസ്കാരമാണ് പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ പാണനെ തുണകൂട്ടി പോവാറില്ല, ഭർത്താവിൻ്റെ കൂടെ, അച്ഛൻ്റെ കൂടെ, അമ്മയുടെ കൂടെയൊക്കെയാണ് പോവാറ് എന്നാണ് ഉണ്ണിയാർച്ച മറുപടി പറഞ്ഞത് അല്ലേ. ഇനി അടുത്തത് 7ാമത്തെ ചോദ്യമാണ്, കരൾ കത്തി കരിഞ്ഞു പോന്നിതാ എൻ ജീവ് സൂചിപ്പിക്കുന്നത് എന്ത്? മറിയക്കുട്ടിയുടെ കത്തിലാണ് പറയുന്നത്. മറിയക്കുട്ടിയെ ഭർത്താവ് സംശയിച്ച് അവളെക്കുറിച്ച് കുറേ അപവാദങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉമ്മയ്ക്ക് കത്ത് എഴുതിയല്ലോ. അപ്പം അതൊക്കെ കേട്ടിട്ട്. ഇനി അടുത്തത് 8ാമത്തെ ചോദ്യമാണ്, നിർദോഷമായ ഒരു വീക്ഷണഗതി ഇവർക്ക് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന് ചിന്തിക്കുന്നത് ആരാണ്? എന്തുകൊണ്ട്? ഡബിൾ ആക്ട് എന്നുള്ള കഥയിൽ സീത ചിന്തിക്കുന്നതാണ് ഇത്. ഇനി അടുത്ത ചോദ്യം, ആ കൊച്ചുവാചകം ഏകാന്തതയുടെ മരുഭൂമിയാകെ നനച്ചു. ഏതാണ് ആ കൊച്ചുവാചകം? ആരാണ് പറഞ്ഞത്? രാച്ചിയമ്മ എന്നുള്ള കഥയിൽ രാച്ചിയമ്മ നമ്മളുടെ കഥാനായകനോട് പറയുന്നതാണ്. അവിടെ ചിക്കൻ ബോക്സ് പിടിച്ച് കിടന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞരങ്ങാതെ നാളേക്ക് സുഖമാവുന്ന രാച്ചിയമ്മ പറയുന്നുണ്ട്. അപ്പോൾ അതുവരെ അയാൾക്കുണ്ടായിരുന്ന ഏകാന്തതയൊക്കെ ഇല്ലാതെയായി എന്ന കഥയിൽ പറയുന്നുണ്ട്. അതാണ്. ഇനി അടുത്ത 10ാമത്തെ ചോദ്യം, അവിടെ പോകാൻ പാടില്ല, ഉമ്മയുടെ കൽപ്പനയാണ്, എവിടെ, എന്തുകൊണ്ട്? പുള്ളുരുക്കം എന്നുള്ള കഥയിൽ പറയുന്നതാണ്. പിന്നെ മൂത്താപ്പയും അമ്മായിയും താമസിക്കുന്ന തൊട്ടടുത്ത വീട്ടിലെ ഉമ്മ പോകാനായിട്ട് സമ്മതിക്കാറില്ല. മൂത്താപ്പയ്ക്ക് കുഷ്ഠരോഗമാണ്, അത് കുട്ടികൾക്ക് പകർന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി അടുത്ത ചോദ്യം, ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തോട് പറയണം. ഞാൻ പറയാൻ ആരംഭിച്ചാൽ വല്ലാതെ കരഞ്ഞു പോകും. എന്താണ് ആ കാര്യം? ഇപ്പോൾ ഒട്ടുചെടി എന്നുള്ള കഥയിൽ മൈഥിലി പാരിമാണിക്ക് പറയുകയാണ്. അപ്പോൾ 22 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളുടെ കഥാനായകൻ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന്. അപ്പം അത് പറയാൻ തുടങ്ങിയാൽ അവർ വല്ലാതെ കരഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നാണ് മൈഥിലി പറയുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, ഘരേ ബായിരെ ആരുടെ കഥയെ ആസ്പദമാക്കി ആരു സംവിധാനം ചെയ്ത ബംഗാളി ചിത്രമാണ്? രവീന്ദ്രനാഥ ടാഗോറിൻ്റെയാണ് ഘരേ ബായിരെ എന്നുള്ള ബംഗാളി കഥ. അത് സത്യജിത്ത് റായാണ് സിനിമയാക്കിയത്. ഇനി ശരൺ തന്നെയാണ് എല്ലാ ദിവസവും അവരുടെ കാര്യം വന്ന് പറയാറുള്ളത്. ആരുടെ എന്ത് കാര്യം? 13ാമത്തെ ചോദ്യം, ഇപ്പോൾ ശരൺ വരുന്നത് തന്തത്താഴ് എന്നുള്ള കഥയിലെ അനിയനായിട്ടാണ് വരുന്നത്. അവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ വിസർജ്യങ്ങളൊക്കെ റോട്ടിൽ നടത്താറുണ്ട്. പിന്നെ വൈകുന്നേരം ആയാൽ ഈ റോട്ടിൽ കൂടെയൊക്കെ അവരെ കാണാം എന്നുള്ള കാര്യം ശരണാണ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, അനർഹമായ കൊതിയോടെ നോക്കിയിട്ടുണ്ട്. ആരെയാണ് ഈ വിധം നോക്കിയത്? മോതിരം എന്നുള്ള കഥയിലാണ് വരുന്നത്. കുഞ്ഞിക്കാവിനെ നമ്മളുടെ കുഞ്ചുനായർ നോക്കിയ കാര്യമാണ് പറയുന്നത്. ഇനി തുള്ളൽ വിഭാഗങ്ങൾ എത്ര, ഏതെല്ലാം? തുള്ളൽ 3 വിഭാഗങ്ങളാണ്. ഓട്ടൻ, ശീതങ്കൻ, പറയൻ. അപ്പോൾ ഇതാണ് 1 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ.
1 2 വാക്യത്തിൽ ഉത്തരം എഴുതാനായിട്ട്. ഇനി സെക്ഷൻ ബി ആണ്. ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5 മാർക്ക് വീതമുള്ള 8 ചോദ്യങ്ങൾ, പരമാവധി മാർക്ക് 35. അതിലെ ആദ്യത്തെ ചോദ്യം, കൃഷ്ണൻ കാളിയനെ മർദ്ദിക്കുവാൻ ഉണ്ടായ സാഹചര്യം എന്തായിരുന്നു? നമുക്ക് അറിയുന്ന കാര്യമാണ്. കാളിന്തി നദിയിലെ വിഷം കലക്കിയോണ്ടാണല്ലോ. ഇനി അടുത്തത്, വനവാസത്തിന് പോകുന്ന രാമനെ കണ്ടപ്പോൾ പൗരജനങ്ങൾക്കുണ്ടായ പ്രതികരണം. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും പിന്നെ കാല രാമനെ കാണാതിരിക്കുക, എന്തുകൊണ്ടാണ് ദശരഥന് ഇങ്ങനെ തോന്നിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ട് അത്. ഇനി 18, തൻ്റെ മകൾക്ക് എങ്ങനെയുള്ള വരനെ വേണം എന്നാണ് രാജാവ് കുണ്ടിന നിവാസികളോട് ആരായുന്നത്. കുറേ ഗുണങ്ങൾ പറയുന്നുണ്ടല്ലോ നമ്മളുടെ ഭീഷ്മക രാജാവ്. അടുത്ത ചോദ്യം, തമ്പുരാന്റെ തീണ്ടലിനെ എപ്രകാരമാണ് വിമർശിക്കുന്നത്? അതായത് എന്ത് തീണ്ടലാണ്, ദേഹിയെയാണോ ദേഹത്തെയാണോ തീണ്ടാൻ പറ്റാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഉപ്പ് കുത്തിയിട്ടാൽ ഉപ്പ് തന്നെയല്ലേ മുളയ്ക്കുള്ളൂ, പിന്നെ അത് മുളച്ച് കായ് വലിയൊക്കെ ആവും, അത് അതിൻ്റെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ. അതേപോലെ മത്സ്യം കൂട്ടിയിട്ടില്ലാത്തവരെ, കൂട്ടാൻ പറ്റാത്തവരെ നദിയിലെ മത്സ്യമുള്ള വെള്ളം കുളിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അത്. ഇനി അടുത്ത്, കുഞ്ചുനായർ എങ്ങനെയാണ് മനയ്ക്കലെ ആനക്കാരനായത്? ഒരു ദിവസം ആനയ്ക്ക് മതിളകി അതിനെ തളച്ചു കൊടുത്തിട്ടാണല്ലോ മനയ്ക്കലെ ആനക്കാരനായിട്ട് മാറിയത്. മോതിരം എന്നുള്ള കഥയിൽ വരുന്നതാണ്. ഇനി അടുത്തത്, പക്ഷേ ബസ് 2 വളവ് തിരിഞ്ഞപ്പോൾ ഓർമ്മ പെട്ടെന്ന് എന്നെ ഞെട്ടിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ധ്യയ്ക്കാണ് ഉണ്ടായത്. എന്താണ് ആ ഓർമ്മ? വിശദമാക്കുക. പക്ഷേ ബസ് 2 വളവ് തിരിഞ്ഞപ്പോൾ ഓർമ്മ പെട്ടെന്ന് എന്നെ ഞെട്ടിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ധ്യയ്ക്കാണ് അതുണ്ടായത്. എന്താണ് ആ ഓർമ്മ? വിശദമാക്കുക എന്ന് പറയുന്നുണ്ട്. രാച്ചിയമ്മ എന്നുള്ള കഥയിലാണ് ആനയുടെ മുമ്പിലെ സന്ധ്യാസമയത്ത് നടന്നപ്പോൾ കഥാനായകൻ വന്ന് പെട്ടതാണ് ആ ഓർമ്മ. ഇനി അടുത്തത്, തിരിച്ചു പിടിക്കുവാനോ ഉറക്കെ വ്യസനിക്കുവാനോ സാധിക്കാത്ത ഒരു രാജ്യനഷ്ടം. വീട്ടമ്മയുടെ ഈ പരിദേവനത്തിൻ്റെ വിവക്ഷ എന്ത്? ഘരേ ബായിരെ എന്നുള്ള കഥയിൽ സ്വയം നഷ്ടപ്പെട്ട വീട്ടമ്മ തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇനി 23ാമത്തെ ചോദ്യം, സാക്ഷി ഈ വിചാരങ്ങളോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തായിരുന്നു അവളെ അലട്ടിയ വിചാരങ്ങൾ? തന്തത്താഴ് എന്നുള്ള കഥയിൽ അനിയനെ അന്വേഷിച്ച് രാത്രി ഇറങ്ങുന്ന സാക്ഷിയുടെ ചിന്തകൾ, വഴിയിൽ കാണുന്ന മൂടിപ്പോച്ച രൂപങ്ങളെക്കുറിച്ചാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനായിട്ട് തന്നിട്ടുള്ളത്. ഇനി അതിലെ സെക്ഷൻ സി ആണ്. ഏതെങ്കിലും 2 ചോദ്യത്തെക്കുറിച്ച് 3 പുറത്തിൽ കവിയാതെ ഉപന്യസിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 10 മാർക്കാണ്. അപ്പം അതിൽ 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വർത്തമാനകാല ജീവിത സാഹചര്യത്തിലും പുനർവായിക്കപ്പെടേണ്ടതാണ് ജ്ഞാനപ്പാന പാഠഭാഗത്തെ മുൻനിർത്തി ഉപന്യസിക്കുക. ജ്ഞാനപ്പാന എന്നുള്ള പാഠഭാഗത്തിൻ്റെ സമകാലിക പ്രസക്തി എന്ത് എന്നാണ് ചോദ്യം. ഇനി അടുത്തത്, അങ്ങേയറ്റം നിശ്ചയദാർഢ്യവും അസാമാന്യമായ ധൈര്യവുമുള്ള വ്യക്തിത്വമാണ് ഉണ്ണിയാർച്ചയുടേത്. കൂത്തു കാണാൻ പോയ സംഭവത്തെ പുരസ്കരിച്ച് ചർച്ച ചെയ്യുക. വടക്കൻ പാട്ടിലെ ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇനി അടുത്തത്, സരസ്വതി അമ്മയുടെ വ്യതിരിക്തമായ സ്ത്രീപക്ഷ ചിന്തയെ എത്രമാത്രം സാധൂകരിക്കുന്നുണ്ട് ഡബിൾ ആക്ട് എന്ന കഥ വിശകലനം ചെയ്യുക. ഡബിൾ ആക്ട് എന്നുള്ള കഥയിൽ സീത, സുധീരൻ നായർ കഥാപാത്രങ്ങളെ വെച്ച് വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, വിധി വൈപരീത്യം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവർ തികച്ചും ആലംബഹീനർ. എങ്കിലും ജീവിക്കാനുള്ള അവരുടെ ഇച്ഛാശക്തിയാണ് ഒട്ടുചെടി എന്ന കഥയുടെ കരുത്ത്. പരിശോധിക്കുക. ഒട്ടുചെടിയിലെ അഭയാർത്ഥികളായി കുടുംബമൊക്കെ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും കൂട്ടിച്ചേർക്കപ്പെട്ട 2 വ്യക്തികളുടെ കഥയാണല്ലോ പറയുന്നത്. അതിനെക്കുറിച്ച് ഉപന്യസിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയാണ് ചോദ്യപേപ്പറിലുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 80 മാർക്കിൻ്റെ ചോദ്യവും 2.5 മണിക്കൂറാണുള്ളത്. അതിൽ നിങ്ങൾ ഇത്ര ചോദ്യങ്ങളെ എഴുതാൻ പാടുള്ളൂ, അങ്ങനത്തെ നിബന്ധനകളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് സമയം നമ്മൾ കൃത്യമായി കണക്കാക്കി മാത്രമേ പരീക്ഷ എഴുതാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സമയം തികയാത്ത ഒരനുഭവം ഉണ്ടാവും. കാരണം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാമെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ചോദ്യങ്ങളും വിശദീകരിച്ച് എഴുതി കഴിയുമ്പോൾ നമുക്ക് സമയം തികയാതെ വരും. അപ്പോൾ സമയത്തിന് വളരെ ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട്
വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പരീക്ഷ എഴുതാനായിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അതിൽ ഉപന്യാസ ചോദ്യങ്ങൾ മാത്രമാണ് മാർക്കും ചോദ്യമൊക്കെ കൃത്യമായിട്ടുള്ളത്. മറ്റത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് നമ്മളെല്ലാം വിശദീകരിച്ച് എഴുതി കഴിയുമ്പോൾ സമയം തികയുമോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. പിന്നെ 2 മാർക്കിൻ്റെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു 1 2 വാക്യത്തിൽ ഉത്തരം എഴുതുക എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 2 വാക്യത്തിൽ മാത്രം എഴുതിയാൽ മതി. അതിൽ കൂടുതൽ അത് വിശദീകരിക്കാനായിട്ട് പോവരുത്. നമുക്ക് സമയം തികയില്ല, മാർക്ക് കുറയാനും അത് സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അതേപോലെ ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അപ്പോൾ നമ്മളത് പാരഗ്രാഫുകളാക്കി തന്നെ ഉത്തരം എഴുതണം. പിന്നെ അത് ഒരു പുറത്തിൽ കവിയാതെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുറം തന്നെ, ഇനി മാക്സിമം വന്നാൽ ഒരു 1.25 വരെയൊക്കെ ആവാം. അതിൽ കൂടുതൽ ഒരിക്കലും നമ്മളതിൻ്റെ ഉത്തരം എഴുതാനായിട്ട് പോവരുത്. അതേപോലെ തന്നെ ഉപന്യാസ ചോദ്യങ്ങൾ 3 പുറത്തിൽ കവിയാതെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ 3 പുറം തന്നെ എഴുതിയാൽ മതി. അതിൽ കൂടുതൽ ഒട്ടും തന്നെ എഴുതാൻ പോയാൽ നമുക്ക് സമയം തികയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നമ്മൾ പരീക്ഷാ ഹാളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് ആ ചോദ്യപേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന 4 ക്ലാസ്സുകളുടെ ലിങ്കുകളും കൂടി കൊടുത്തിട്ടുണ്ട്.